ADGP MR അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇതുവരെ റിപ്പോർട്ട് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇന്നും DGPയുടെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നിരുന്നു. റിപ്പോർട്ട് അന്തിമ രൂപത്തിലേക്ക് എത്തിയെന്നാണ് സൂചന. ഇന്ന് രാത്രിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോൾ എന്ന ചോദ്യത്തിന് എപ്പോൾ ഉത്തരം കിട്ടും? എപ്പോഴെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ആര്യ. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം DGP പൂർത്തിയാക്കി. ആ അന്വേഷണ സംഘം കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അന്വേഷണ സംഘം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ശബരിമല അവലോകന യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഉന്നത ഉദ്യോഗസ്ഥർ, ഈ DGPയുടെ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷവും യോഗം ചേരുകയാണ്. അതിൽ എപ്പോഴാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യതയില്ല. നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നത് മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ കാണാൻ DGP സമയം ചോദിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തതയില്ല. ഏതായാലും ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത് നിലവിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ഒപ്പം തന്നെ RSS നേതാക്കളെ ADGP സന്ദർശിച്ചതുമാണ് DGP നിലവിൽ അന്വേഷിക്കുന്നത്. അതിൽ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുകൂടി ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഈ PV അൻവർ എഴുതി നൽകിയ പരാതിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ത്രിതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ നിലവിൽ നൽകാൻ പോകുന്ന റിപ്പോർട്ടിൽ തൃശ്ശൂർ പൂരം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഏതായാലും ആ റിപ്പോർട്ട് എപ്പോൾ കൊടുക്കും? തിങ്കളാഴ്ച മറ്റന്നാൾ സഭ ചേരുകയാണ്. സ്വാഭാവികമായും അൻവർ ഉന്നയിച്ച വിഷയം മുതൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മുതൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ സർക്കാർ മറുപടി പറയുമ്പോഴും ഇപ്പോഴും എന്തുകൊണ്ട് ഈ ആ ചുമതലയിൽ, ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാർ തുടരുന്നു എന്നതിന് ഒരു മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ ശബരിമലയുടെ ഈ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ MR അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ മാറ്റി നിർത്തൽ ഉണ്ടാകും, ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് വിലയിരുത്താമോ നമുക്ക്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ് ഇന്ന് ശബരിമല അവലോകന യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത്. നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് ADGP അറിയിച്ചതായിട്ടാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ ശബരിമല അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന MR അജിത് കുമാറിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി വരുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് സർക്കാർ നൽകുന്നത്. കാരണം ആ യോഗത്തിൽ MR അജിത് കുമാർ ഇരുന്ന് കഴിഞ്ഞാലും വലിയ പ്രയോജനമൊന്നുമില്ല. മറ്റൊരു ADGP ക്രമസമാധാന ചുമതലയിലേക്ക് വരുമ്പോൾ ഈ ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹമാണ് നോക്കേണ്ടത്. മാത്രമല്ല ഈ CPI അടുത്തൊരു നിലപാടെടുത്ത് ഇപ്പോഴും തുടരുകയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റേണ്ട കാര്യം ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ അവർ അതിന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം RSS നേതാക്കളെ കണ്ടു എന്നുള്ളതാണ്. ആ വിഷയം അടക്കം ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് DGP ഇപ്പോൾ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് വൈകുന്നേരം തിരുവനന്തപുരം നഗരത്തിൽ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹം തിരികെ ക്ലിഫ് ഹൗസിൽ എത്തിയ ശേഷം ഒരു DGP പോയി കണ്ട് ഈ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഞായറാഴ്ച കൊടുക്കാനുള്ള സാധ്യത പറഞ്ഞു. ഇപ്പോൾ MR അജിത് കുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യം? കാരണം പകരം ചുമതല നാളെയോ മറ്റന്നാളോ മറ്റാർക്കെങ്കിലും നൽകുകയാണെങ്കിൽ പിന്നെ എന്തിനാ? അങ്ങനെ സാധ്യതയുള്ള ആളുകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു. അനന്തൻ, നിലവിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് ആ ചുമതല നൽകും എന്നാണ് നേരത്തെ മുതലേ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ യോഗത്തിലില്ല. നിലവിൽ ആ യോഗത്തിൽ പങ്കെടുത്തത് ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ഒപ്പം തന്നെ പോലീസ് ആസ്ഥാന ADGP S ശ്രീജിത്തുമാണ്. ഈ രണ്ട് ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു സൂചന ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ S ശ്രീജിത്ത് നേരത്തെ മുതലേ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും ആ ശബരിമലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയും. അതുകൊണ്ടാണ് S ശ്രീജിത്തിനെ ഉൾപ്പെടുത്തിയത്. ഒരു പക്ഷേ ഇനി ലോ ആൻഡ് ഓർഡർ ADGP ആയിട്ട് S ശ്രീജിത്തിനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. മനോജ് എബ്രഹാമാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ. മനോജ് എബ്രഹാമിനെയും ആദ്യഘട്ടങ്ങളിൽ പേരുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നു. അതിൽ ഏറ്റവും ഒരു ഉദ്യോഗസ്ഥൻ പങ്കെടുക്കേണ്ടത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെയാണ്. കാരണം ശബരിമലയുടെ ക്രമീകരണങ്ങൾ തീരുമാനിക്കുന്ന യോഗമായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തന്നെ അജിത് കുമാർ പങ്കെടുക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നടപടി, ആ റിപ്പോർട്ടൊക്കെ എപ്പോൾ കൈമാറി അജിത് കുമാറിനെതിരെയുള്ള നടപടി ഏത് നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.